അപ്പോൾ ഇനിയും ഒട്ടേറെ നാടുകളിലേക്ക് പോയി ചേരാനായിട്ട് നിമിത്തമാവട്ടെ ഭഗവാന്റെ ഈ തിരുനടയിൽ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ നിങ്ങളെ എല്ലാവരുടെയും ഞാനൊരു ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് തുടങ്ങുകയാണ്. ഒരു കൈ കൂടി തന്നെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ ഇന്ന് ഒരാൾ കൂടി ഉണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കാം അപ്പം എത്രത്തോളം ദേഷ്യത്തിലാണെന്നുള്ള കാര്യം. ഹലോ, എൻ്റെ നാടാണ്, പൂലാനിയാണ്, പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് നോക്കിയേ. നോക്കില്ല എന്നാ പറയണേ. എന്താ നോക്കാത്ത? നോക്കില്ല എന്ന് പറയണേ. എന്താ കാര്യം? ഞാൻ വന്നപ്പോൾ ആരും കൈയടിച്ചില്ല എന്നാ പറയണേ. ഒരു കൈയടിച്ച് കണ്ടോ, എൻ്റെ നാടാണ്, നല്ല രീതിയിൽ കൈയടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൈയടിച്ചിട്ട് നമ്മൾ ഒരു നല്ലൊരു നന്ദി പറഞ്ഞേ. കൈയടിച്ചവർക്ക് മാത്രം നന്ദി. അപ്പൊ കൈയടിക്കാത്തവർക്കോ? അവര് പണ്ടേ നന്ദിയില്ലാത്തവരാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല രീതിയിൽ പറഞ്ഞേ. പൂലാനിയാണ് സ്ഥലം, നല്ലതാണെങ്കിൽ അവർ കയ്യിലെടുക്കും. അപ്പൊ എനിക്ക് വേണ്ടി കൈയടിച്ച എല്ലാ സുന്ദരികൾക്കും നന്ദി. എന്താ സുന്ദരികൾക്ക്? അപ്പൊ സുന്ദരന്മാർക്കോ? സുന്ദരന്മാർക്ക് നീ പറഞ്ഞാൽ മതി, എനിക്ക് സുന്ദരികൾ മതി. ആൾക്ക് സുന്ദരികൾ മതി എന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ താമസിക്കുന്നത് എവിടെയാ? മണ്ണില്. നമ്മൾ താമസിക്കുന്നത് മണ്ണിലാന്നാ പറയണേ. ഞാൻ ചോദിച്ചതല്ല, നമ്മുടെ രാജ്യം ഏതാ? കാശ്മീര്. നമ്മുടെ രാജ്യം ഏതാ? കാശ്മീരല്ലേ നമ്മുടെ രാജ്യം ഏതാ? പറയാനാ പറഞ്ഞ കാശ്മീരോട്. നമ്മുടെ നാടേതാ? പറയ്. ഞാൻ അങ്ങോട്ട് വരില്ല. കാശ്മീര നമ്മുടെ നാടേതാ? നമ്മുടെ നാട് ഏതാന്നാ ചോദിക്കണേ. പറയേ, വേഗം പറയേ. നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യ. കറക്റ്റാണ് അല്ലേ? കറക്റ്റല്ല. അപ്പോൾ ഒരു കയ്യടി കാശ്മീർക്ക് കൊടുത്തേ. നമ്മുടെ രാജ്യം ഏതാ? രാജ്യം ഇല്ലേ നമുക്ക്? നമ്മുടെ രാജ്യം ഏതാടാ? ഇരിക്കുകയാണ് അല്ലേ? കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ രാജ്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന നമ്മള് ഒരിക്കലും സുന്ദരന്മാര് സുന്ദരികള് എന്നൊന്നും പറഞ്ഞ് വേർതിരിക്കാൻ പാടില്ല. ഇത് കേൾക്കണ്ടോ? അങ്ങനെ വേർതിരിക്കാൻ പാടില്ല. ഇന്ത്യ മഹാരാജന്റെ പ്രതിജ്ഞ എന്താ? പ്രതിജ്ഞ ആർക്കെങ്കിലും അറിയോ? ഇന്ത്യ മഹാരാജന്റെ പ്രതിജ്ഞ കാശ്മീരിക്ക് അറിയോ? അവൾക്ക് തേങ്ങ അറിയില്ല എന്ന് പറയുന്നത് അല്ലേ? അറിയോ? പ്രതിജ്ഞ അറിയോ? പ്രതിജ്ഞ അറിയണ ഏതെങ്കിലും കുട്ടികൾ ഇവിടെ ഉണ്ടാ? കിട്ടം ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ടാ? പ്രതിജ്ഞ അറിയോ? അറിയോ? പ്രതിജ്ഞ അറിയോ? അറിയില്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം, നീ അത് ഏറ്റു പറയോ? ഞാൻ പറയാം. കാശ്മീർ വരുമോ? കാശ്മീർ വന്നിരിക്കുമെന്നേ. വാങ്ങിട് കാശ്മീരാണ് റെഡിയില്ലാട്ടാ. എന്റെ മുഖത്തോക്കി കണ്ണടച്ചു. കണ്ണടച്ചില്ലേ? കാശ്മീര് റെഡിയാണാ അല്ലേ? നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നീ കാശ്മീരുടെ അച്ഛൻ നിതീഷ് ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. പേടിക്കേണ്ട കാര്യം കേട്ടോ, പേടിക്കേണ്ട കാര്യമില്ല. നിതീഷ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഉള്ളതാണോ? ഇവർ മനസ്സിലായിട്ടുള്ള കാര്യം? ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കണേ. സത്യം പറ, നീ എവിടെ താമസിക്കണേ? മരത്തുമേ താമസിക്കണേ. ശരി, ഞാൻ എവിടെ താമസിക്കണമെന്ന് അറിയാം. ശരി, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ പറയാന്നാ പറഞ്ഞ. ശരി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് അല്ലേ? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരങ്ങളാണ്. എന്താ അങ്ങനെ പറഞ്ഞു? ഒരു പെണ്ണൊഴിച്ചെന്ന്
എന്റെ ഭാര്യനെ കയറി എനിക്ക് സഹോദരി എന്ന് വിളിക്കാൻ പറ്റുമോ? അവന്റെ ഭാര്യനെ കയറി ശരിയാണ്, സഹോദരിനെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിജ്ഞ അനുസരിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ആരാ? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് എന്താ അങ്ങനെ പറയാൻ കാരണം? രാജീവ് ഗാന്ധി ഇറ്റലിയിൽ നിന്നല്ല കല്യാണം കഴിച്ചത്. രാജീവ് ഗാന്ധി ഇറ്റലിയിൽ നിന്ന് കല്യാണം കഴിച്ചത്. അതൊക്കെ ശരി, ഞാൻ പറയട്ടെ. ഇനി നമ്മുടെ ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരു കാര്യമുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തപ്പോഴേ ആ സുന്ദരികൾ ഇരിക്കേണ്ട കാശ്മീരിക്ക് എന്നെ നോക്കി ഇരിക്കേണ്ടത്. കാശ്മീരൊക്കെ നോക്കി ചിരിക്കേണ്ടത് പറയട്ടെ. കാശ്മീരെ നടക്കില്ല, ഇത് ചിണ്ടൻ വേറെ കമ്മിറ്റഡ് ആണ്. അപ്പോൾ കാശ്മീരിക്ക് ഒരു കയ്യിൽ കൊടുത്തേ, കാശ്മീരിക്ക് ഒരു കയ്യിൽ കൊടുത്തേ അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാനാണ് വന്നത്. സമ്മാനങ്ങൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? കുട്ടികൾക്ക് ഇഷ്ടമല്ലേ സമ്മാനങ്ങളായിട്ട് ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ആണ് കൊടുക്കാൻ പോണേ. അപ്പൊ കുസൃതി ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിക്കില്ലേ? അപ്പൊ എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. പരശുരാമൻ മഴയെടുത്തെറിഞ്ഞുകൊണ്ട് പരശുരാമൻ മഴയെടുത്തെറിഞ്ഞത് പണിക്ക് പോകാൻ മടിയുണ്ട്. എന്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളല്ല, ഇങ്ങനത്തെ ഉത്തരങ്ങളല്ല എനിക്ക് വേണ്ടത്. അടുത്ത് ചോദിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. വെള്ളത്തിൽ അലിയുന്ന പൂ. ഷാമ്പു. അത് ശരി, ഷാമ്പു എടുത്ത് വളർത്തിയിട്ട് അലിഞ്ഞു പോവുക. ശരിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത ചോദ്യം വരികയാണ്.